എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ജീവനക്കാരുടെ ശമ്പളം, അലവൻസുകൾ, പെൻഷൻ എന്നിവ സംബന്ധിച്ച് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് കമ്മീഷൻ അഭിപ്രായങ്ങൾ തേടുന്നു. ജീവനക്കാരുടെ യൂണിയനുകൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യം നൽകിയാവും കേന്ദ്ര സർക്കാരിന് അന്തിമ ശുപാർശ നൽകുക. കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ജീവനക്കാരുടെ ശമ്പളം, അലവൻസുകൾ, പെൻഷൻ എന്നിവ സംബന്ധിച്ച് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് കമ്മീഷൻ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്. ജീവനക്കാരുടെ യൂണിയനുകൾ, സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവനക്കാരുടെ യൂണിയനുകൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയാവും കേന്ദ്ര സർക്കാരിന് അന്തിമ ശുപാർശകൾ നൽകുക. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ പ്രാതിനിധ്യ സ്ഥാപനമായി അംഗീകരിക്കപ്പെട്ട നാഷണൽ കൌൺസിൽ ജോയിന്റ് കൺസൾട്ടേറ്റീവ് മിഷനറി എട്ടാം ശമ്പള കമ്മീഷന് നിരവധി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റെയിൽവേ, പ്രതിരോധം, തപാൽ വകുപ്പ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ നിരവധി കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാരുടെ യൂണിയനുകളെ ഈ സംഘടന പ്രതിനിധീകരിക്കുന്നുണ്ട്. വിവിധ പേ സ്കെയിലുകളുടെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാർക്ക് ശമ്പളം നിശ്ചയിക്കുന്നത്. 18,000 രൂപയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ നിലവിലെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം. നിലവിലുള്ള പേ സ്കെയിലുകൾ ലയിപ്പിക്കാൻ നാഷണൽ കൌൺസിൽ ജോയിന്റ് കൺസൾട്ടേറ്റീവ് മിഷനറി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ലെവൽ 2ഉം 3ഉം തമ്മിലും ലെവൽ 4ഉം 5ഉം തമ്മിലും ലെവൽ 9ഉം 10ഉം എന്നിവ ലയിപ്പിക്കണമെന്നുമാണ് ആവശ്യം. ലെവൽ 7, 8 എന്നിവ ഒരേ ശമ്പള സ്കെയിലിലേക്ക് കൊണ്ടുവരണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനോടൊപ്പം ലെവൽ 5 ജീവനക്കാർക്ക് പ്രത്യേക ആശ്വാസം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ, പ്രതിരോധം, പോസ്റ്റൽ, സെൻട്രൽ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ വകുപ്പുകളിലെ ആയിരക്കണക്കിന് ജീവനക്കാരാണ് ലെവൽ 5-ൽ ഉൾപ്പെടുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര ജീവനക്കാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടർ ഉയർത്തണമെന്നും അടിസ്ഥാന ശമ്പളം 69,000 രൂപയായി നിശ്ചയിക്കണമെന്നുമാണ് ജീവനക്കാരുടെ യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57-ൽ നിന്നും പുതിയ നിരക്കുകളിലേക്ക് ഉയർത്തുന്നതോടെ എല്ലാ തസ്തികകളിലേക്കും വൻ ശമ്പള വർധനവ് പ്രതിഫലിക്കും. ശമ്പള വർധനവിനൊപ്പം പെൻഷൻകാർക്കും പെൻഷൻ തുകയിലും കാര്യമായ വർധനവുണ്ടാകും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.